ഇതുകൊണ്ടായിരിക്കാം അവൾ അത്രമേൽ അതിനെ അങ്ങ് സ്നേഹിച്ചു. ആ പൂജക്കുഞ്ഞും അവളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് തന്നെ ആയിരുന്നു. പറഞ്ഞു വന്നത്, പഞ്ചിന് അവന്റെ പാവക്കുട്ടി എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു ഈ പെൺകുട്ടിക്ക് അവളുടെ പൂച്ചക്കുഞ്ഞ്. ആ ഒരു പൂച്ചക്കുഞ്ഞിന് അവളുടെ ലാംഗ്വേജ് അല്ല, അവളുടെ പോലെ ഉള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, അവളുടെ ഒരു എന്താ സ്പീച്ചീസും അല്ല. പക്ഷേ എന്തോ ഒരു സ്നേഹം, ഒരു ബോണ്ട്, അത് ഒരു വല്ലാത്ത സ്പെഷ്യൽ ആയിരുന്നു. പഞ്ചിന്റെ കാര്യത്തിലാണെങ്കിൽ അവന്റെ ആ പാവക്കുട്ടിയില്ലേ, അവൻ പിടിച്ചോണ്ട് പോകുന്നിടത്ത് എല്ലാം പോകുന്നുണ്ട്. അവൻ അതിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അവൻ നോക്കുമ്പോൾ അവന്റെ പാരന്റ്സ് അവന്റെ കൂടെ ഇല്ലെങ്കിലും ഈ ഒരു പാവ ഇതിന്റെ കൂടെ എന്താണ് ഒന്നും അവനോട് തർക്കിക്കാനോ വഴക്കിനോ ഒന്നും പോവാതെ അവന്റെ കൂടെ പോകുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. ആ പൂച്ചക്കുഞ്ഞ് അവളൊന്നും പറയുന്നില്ല, അവളോട് പിണങ്ങുന്നില്ല. ഇപ്പോഴും അവളിപ്പോ പിണക്കം കാണിച്ചാൽ തന്നെ അവൾ അടുത്ത് ചെല്ലുന്നു. അവളെ വിളിക്കുന്ന ഒരു രീതി തന്നെയുണ്ട്. അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്ത് തന്നെ കാണും. അപ്പോൾ ഈ രണ്ട് സ്റ്റോറീസിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂ അനുസരിച്ചാണ്. ഈ പറഞ്ഞ പോലെ വാല്യൂ ഉണ്ടാവാൻ, അതായത് നമ്മൾ മറ്റൊരു പേരിൽ പറയും, പ്രയോറിറ്റി ഉണ്ടാവാനായിട്ട് അതിന് സംസാരിക്കാൻ കഴിയണമെന്നോ, നമ്മളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണമെന്നോ, അതുപോലെ തന്നെ ചലിക്കാൻ കഴിയണമെന്നോ ഒന്നുമില്ല. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ അത് ഹാപ്പി ആയിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെ ഓക്കെ ആക്കാൻ പറ്റുന്നു ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഹൈ തന്നെ ആയിരിക്കും.